പ്രതീക്ഷ അതെങ്ങനെയാണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. വിപിൻ, ഗുഡ് മോർണിംഗ്. വിപിൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിപിൻ ഓട്ടത്തിലായിരുന്നു. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാനാർത്ഥികളുമായി അവരോടൊപ്പം സഞ്ചരിച്ച് വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആളാണ് വിപിൻ. ഇപ്പോൾ PV അൻവർ എന്താണ് പറയുന്നത്? പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പിന് കാരണഭൂതൻ അദ്ദേഹമാണല്ലോ. അദ്ദേഹത്തിന്റെ ആ ഒരു കണക്കുകൂട്ടൽ എങ്ങനെയാണിപ്പോൾ? ഗുഡ് മോർണിംഗ് ആഷ്മി, പ്രഭിത. ഈ തിരഞ്ഞെടുപ്പിന് കാരണക്കാരനായ ഒരാൾ ഇരു മുന്നണികളോടും കലഹിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്നുള്ളത് ഉപതെരഞ്ഞെടുപ്പിന്റെ ഈ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഏടാണ്. PV അൻവറിന്റെ ക്യാമ്പ് ഇപ്പോഴും വിജയപ്രതീക്ഷ തന്നെയാണ് പറയുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ LDFന്റെയും UDFന്റെയും വലിയ ശതമാനം വോട്ട് തനിക്ക് ലഭിക്കും, അങ്ങനെ വിജയിച്ച് കയറും എന്നുള്ളതാണ് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് LDFിൽ നിന്ന് ഒരു അടിയൊഴുക്ക് ഉണ്ടാകും എന്നുള്ളതിലേക്ക് PV അൻവർ മാറിയിരിക്കുന്നു. LDFിൽ നിന്ന് ഈ ചുങ്കത്തറ, വഴിക്കടവ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ നിന്ന് വലിയ തോതിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ തനിക്ക് ലഭിക്കുകയും അതിൽ ഒരു വിജയിക്കും എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. അതേസമയം തന്നെ UDFിനെ സംബന്ധിച്ച് UDFിൽ ഉണ്ടായിരുന്ന ഒരു ആന്റി ഷൗക്കത്ത് വോട്ടുകൾ, അത് സ്വാഭാവിക VV പ്രകാശുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇതൊക്കെ തനിക്ക് ആയിട്ടും വോട്ടായി മാറുക, ചില മുസ്ലിം സംഘടനകളുടെ വോട്ടുകൾ കൂട്ടത്തോടെ തനിക്ക് വരും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആദ്യഘട്ടം മുതൽ തന്നെ PV അൻവർ പറയുന്നത്. അത് അദ്ദേഹം ആവർത്തിക്കുകയാണ്. ആ വിജയപ്രതീക്ഷ 23-ാം തീയതി കാണാം എന്നുള്ളതായിരുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ നമുക്കറിയാം വളരെ നാടകീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചാരണം, അദ്ദേഹത്തിൻ്റെ രീതികളെല്ലാം തന്നെ. മറ്റെല്ലാ മുന്നണികളും പ്രചാരണ ഘട്ടത്തിൽ ഇറങ്ങി ഒരു പ്രചാരണമൊക്കെ നടത്തുകയായിരുന്നു എന്നുണ്ടെങ്കിൽ PV അൻവർ എവിടെയെന്ന് പോലും അറിയാത്ത പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. രാവിലെ മുതൽ അദ്ദേഹത്തെ എവിടെയാണെന്ന് അറിയില്ല. പിന്നീട് വൈകുന്നേരമാകുമ്പോൾ ഏതെങ്കിലും ഒരു സാമുദായിക നേതാവിനെയൊക്കെ കണ്ടതിൻ്റെ ഒരു ചിത്രം മാത്രം വരുന്നു, അവിടെ ഒരു കൂടിക്കാഴ്ച നടന്നു എന്ന് പറയുന്നു. ഈ രീതിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നത്. അവസാന ഘട്ടത്തിൽ കൃത്യമായി പറഞ്ഞാൽ യൂസഫ് പത്താൻ എത്തിയ ആ ഒരു ദിവസമാണ് ഒരു കരുത്ത് തെളിയിച്ചുകൊണ്ടുള്ള വലിയൊരു റോഡ് ഷോ നടത്തുന്നു. പിന്നീട് ഈ കോൺഫറൻസിന് പക്ഷേ ഒരു ഘട്ടത്തിലും കുറവുണ്ടായിരുന്നില്ല. വോട്ടെടുപ്പിന്റെ തലേ ദിവസം വിപിനുമായി സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എന്താണ് PV അൻവർ 85,000 വോട്ട് പിടിക്കും. അപ്പോൾ റിപ്പോർട്ടർ ചോദിക്കുന്നു എത്ര ഭൂരിപക്ഷം, സമീർ ബിൻ കരീമാണ്, എത്ര ഭൂരിപക്ഷം? അപ്പോൾ PV അൻവർ പറയുന്നു എത്ര ഭൂരിപക്ഷം എന്നറിയാൻ എനിക്ക് താഴെ രണ്ടാമത് വരുന്ന ആളുടെ വോട്ട് കിട്ടിയാലേ എത്ര ഭൂരിപക്ഷം അറിയാൻ കഴിയുമെന്ന് പറയുന്നു. UDFിൽ നിന്ന് ഒരു 25% വോട്ടും LDFിൽ നിന്ന് 40% വോട്ടും ഞാൻ പിടിക്കുമെന്ന് പറയുന്നു. അട്ടർ കോൺഫിഡൻസിലാണ് ഇപ്പോഴും PV അൻവർ. അതെ, അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിലും അതിനൊരു കുറവ് വന്നിട്ടില്ല. പക്ഷേ ഈ ക്യാമ്പിൻ്റെ നമുക്കൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ ഏകദേശം ഒരു 20,000-ഓളം വോട്ടുകൾ PV അൻവർ പിടിക്കും എന്നുള്ളത് LDFും UDFും ഇപ്പോൾ കണക്കാക്കുന്നുണ്ട്. കാരണം 9 വർഷം ഇവിടെ MLA ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവമുണ്ട്, അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു വോട്ടുകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് LDFിൻ്റെ കാര്യത്തിൽ LDF കഴിഞ്ഞ തവണ ഇത്ര പിടിച്ചു, അതുകൊണ്ട് ഇപ്രാവശ്യം ആ ഒരു കണക്ക് നമുക്ക് ഇപ്രാവശ്യം നോക്കാൻ കഴിയില്ല. കാരണം PV അൻവർ പ്ലസ് LDF പിടിച്ച ഒരു വോട്ടുകളാണ് 2021 നമുക്ക് കണക്കാക്കാൻ കഴിയുക. ഇപ്പോഴത് സ്പ്ലിറ്റ് ആയിട്ട് പോയിട്ടുണ്ടോ, എത്രത്തോളം PV അൻവറിനൊപ്പം നിൽക്കും എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. ഒപ്പം തന്നെ UDF അവസാന ഘട്ടത്തിലേക്ക് ആ ചർച്ചകൾ എത്തിച്ചത് ഇടതുമുന്നണിയിൽ നിന്ന് വന്ന ഒരാൾ ഇടതുമുന്നണിയിലെ വോട്ടുകളല്ലേ പിടിക്കുക എന്നുള്ളതിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ UDFിൻ്റെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ LDFിൻ്റെ വോട്ടുകൾ PV അൻവറിലേക്ക് പോയോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അൻവർ വോട്ട് പിടിക്കും എന്ന ഒരു പൾസ് തന്നെയാണ് നിലമ്പൂരിൽ അവസാന ഘട്ടത്തിലും ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ബൂത്തുകളിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഓരോ ബൂത്തുകളിലും അതിൻ്റെ കൗണ്ടിംഗ് ഏജന്റുമാരൊക്കെ ഉണ്ടാവും, അത്തരത്തിലുള്ളതിലേക്കൊന്നും തൃണമൂൽ കോൺഗ്രസ് അധികം പോയിട്ടില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ എത്രത്തോളം ജനങ്ങൾ PV അൻവറിനെ വിശ്വസിക്കുന്നു, എത്രത്തോളം വോട്ടുകൾ ചെയ്തു, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തുടങ്ങിയവയിലാണ് ഇനി അറിയേണ്ടത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് എത്ര വോട്ട് തനിക്ക് ലഭിച്ചാലും അതൊരു 10,000 വോട്ടാണെങ്കിലും അത് പിണറായി സത്തിനെതിരെ 10,000 ആൾ തൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് PV അൻവർ. അതുകൊണ്ടൊരു ജയസാധ്യത ഇല്ലെങ്കിലും ഒരു 20,000-ഓളം വോട്ട് അൻവർ പിടിച്ചാൽ അത് അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം 9 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആ രീതിക്കുള്ളതായിരുന്നു എന്നുള്ളത് കൂടി നിലമ്പൂർ പറയുന്നുണ്ട്. പക്ഷേ LDF UDF തമ്മിലുള്ള ഒരു മത്സരം മാത്രമാക്കി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ നിർത്താൻ ഇരു മുന്നണികൾക്കും സാധിച്ചിരുന്നു. അത് വിജയിച്ചോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും വിപിൻ വോട്ടെണ്ണൽ കഴിഞ്ഞാൽ നിലമ്പൂർ വിട്ടാലും അവിടെ മനോജിൻ്റെ നാടൻ ഭക്ഷണശാലയും അലീക്കാസ് ഹോട്ടലും യൂണിയൻ ഹോട്ടലൊക്കെ മിസ് ചെയ്യുമോ വിപിൻ?
അതെ, ഉറപ്പായിട്ടും ഭക്ഷണമൊക്കെ കഴിക്കാൻ അങ്ങനെ സമയം വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. കാരണം പ്രതിപക്ഷ മന്ത്രിസഭ മുഴുവൻ ഇവിടെ ആയിരുന്നു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട UDF-ന്റെ നേതാക്കൾ എല്ലാവരും ഇവിടെ ആയിരുന്നു. ഇനി വേണം അതൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിച്ചിട്ട് നിലമ്പൂർ വിടാന്. അടുത്ത 2 ദിവസം നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റും തോന്നുന്നു. വിവാദങ്ങൾക്ക് അവസാനവും കുറവില്ല. അടിച്ചു പൊളിച്ച് ഭക്ഷണം കഴിക്കുക 2 ദിവസം ഒന്നും നോക്കണ്ട. പ്രിയപ്പെട്ട പക്ഷേ നമ്മൾ സമയം പറഞ്ഞു കേട്ടോ. സമയം